അടുത്ത ക്വസ്റ്റ്യൻ എലിസബത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവള് എനിക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ് അവള് ചോദിച്ചിരിക്കുന്നത്, 6 എണ്ണം. അപ്പൊ ഇതിൽ 6 എണ്ണത്തില് ഏതെങ്കിലും ഒരു ആൻസർ ചെയ്താൽ മതി പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലവ് മാരേജ് ആണല്ലോ, സോ ഒരുമിച്ച് കുറെ പ്ലാനിങ് നടന്നിട്ടുണ്ടാവാം. ട്രിപ്സ്, വൈബ്സ്, എക്സ്പ്ലോർ, അങ്ങനെ അതൊക്കെ ഈ പ്ലാനിങ് പോലെ തന്നെ നടത്താൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ അങ്ങനെ ഉള്ള ഇതുവരെ റീച്ച് ആയിട്ടില്ലാത്ത ഒരു ബിഗ് പ്ലാൻ, ഒരു ഡ്രീം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഞങ്ങള് പ്രണയിക്കുമ്പോ സ്റ്റാർട്ടിങ്ങിൽ പ്രണയിക്കുമ്പോ അങ്ങനെ പറഞ്ഞാണ് ഞങ്ങള് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് ടൂർ അങ്ങനെ ലോങ് പ്ലാനിങ് ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് ഇന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇന്ന വർഷം അങ്ങനെ ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങള് ഓൺ ദ സ്പോട്ടിൽ എങ്ങോട്ട് പോകണം, നാളെ അത് പോകണം, നോക്കിട്ടാ പോവാം, അങ്ങനെ ഒരു അപ്പൊ തന്നെ പോവും. അല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്ലാനിങ്, അതായത് എക്സ്പ്ലോർ ചെയ്യണം, ഡ്രീം പ്ലേസ് എല്ലാവർക്കും ഉള്ള പോലെ ഞങ്ങൾക്കും ഉണ്ട്. അത് നമ്മൾക്ക് സമയം അത് പോയേ തീരുന്നൊന്നുമില്ല. ഞങ്ങൾക്ക് സമയം വരുമ്പോ പോയാൽ മതി, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് പോയേ തീരുന്നില്ല. ഫ്യൂച്ചർ കപ്പിൾസിനൊക്കെ ഒരു നല്ല ഉപദേശം രണ്ടാളും സെപ്പറേറ്റ് ആയിട്ട് തരാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്യൂച്ചർ കപ്പിൾസിന് ഞങ്ങൾ ഒരു ഉപദേശം തരാനൊന്നും ഞങ്ങൾ വളർന്നിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഈ പ്രത്യേകിച്ച് എലിസബത്തിന് അവരൊക്കെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോ എനിക്കറിയാം അവരും ഒരു ലവ് മാരേജ് ആണ്. അതുകൊണ്ട് വീട്ടിലറിയാൻ എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു ഇതില് ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും നമുക്ക് വന്ന ചേഞ്ചസ് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അപ്പൊ അയ്യോ അവൻ ആ ചേഞ്ച് വന്നു, അവൻ കല്യാണത്തിന് മുന്നേ അങ്ങനെ ആയിരുന്നല്ലോ, കല്യാണത്തിന് ശേഷം അവന് എന്തുകൊണ്ടാണ് ആ ചേഞ്ച് വന്നതെന്നുള്ള ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു കുഴപ്പമില്ലാത്ത സംഭവമായി പോകും. ഡിൻഡോ സാർ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ അശ്വിനിയിലെ എന്റെ സാറാണ്. യെസ്, തോകിന്റെ സാറാണ്. സാറിന് തോകിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനോ സാറിന്റെ ഭയങ്കര വലിയ ഫാനാണ്. അപ്പോ ദ ടഫസ്റ്റ് ടൈം ടുഗദർ ആൻഡ് ഹൗ യു ഓവർകം, ഇതാണ് ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ മെയിൻ ടഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഞങ്ങളുടെ റിലേഷൻഷിപ്പുള്ള ടൈമായിരുന്നു. അത് ഞങ്ങൾ കല്യാണത്തോടു കൂടി ഞങ്ങൾ അതിനെ ഓവർകം ചെയ്തു. ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഞങ്ങളുടെ ഇവിടുത്തെ ദുബായ് ലൈഫായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇവിടെ വന്ന ടൈം, വീട്ടിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് രണ്ടുപേരും ഒരു റൂമിൽ ഇങ്ങനെ ഞങ്ങൾ ഒരു ടൈം റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് ഇതുവരെ എടുക്കാതെ പെട്ടെന്ന് ഞങ്ങൾക്ക് തലയിലേക്ക് വന്നപ്പോൾ ടൈം. അപ്പൊ ആ സമയത്തായിരുന്നു ഏറ്റവും ടഫസ്റ്റ്. പിന്നെ അത് നമ്മൾ അതിലേക്ക് ഓരോന്ന് ചേഞ്ചസ് വരുത്തി ഇവന്റെ ക്യാരക്ടേഴ്സ് ഞാൻ മനസ്സിലാക്കി, എന്റെ ക്യാരക്ടർ ഇവൻ മനസ്സിലാക്കി, ചെറിയ ചെറിയ ചേഞ്ചസ് ഞാൻ ലൈഫിൽ വരുത്തി ഞങ്ങളിപ്പോ അതില് ജോസഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ജോസഫ് എന്ന് പറഞ്ഞാല് എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ അവൻ ചോദിച്ചിരിക്കുന്നത് ഹൗ വാസ് യുവർ ലവ് ഇവോൾവ് ആൻഡ് ഗ്രോൺ ഓവർ ദ ഇയേഴ്സ്. ലവ് വന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞു. അത് ഇയേഴ്സിൽ അത് ഗ്രോൺ ആയത്. പിന്നെ നമ്മുടെ ഈച്ച് ക്യാരക്ടർ, അവരുടെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുന്ന തോറും ഞങ്ങൾക്ക് ഇഷ്ടം കൂടി വന്നു. അതായത് നമ്മള് ഇത് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ദേവാലയത്തിൽ നിന്ന് വെച്ചാണ് ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. പള്ളിപ്പണി ത്രൂ ഔട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ ഇത് ഇങ്ങനെ ഒരു വൈസ് അവസാനം കല്യാണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇതിലേക്ക് എത്തിയത് പള്ളിയാണ് ഇഷ്ടം തന്നെയാണ്. പിന്നെ അത് പറഞ്ഞ പോലെ വർഷങ്ങൾ കഴിയുന്നതോറും അതിങ്ങനെ മാറി അനുവാണ്. ഹു ഈസ് ഫസ്റ്റ് വില്ലൻ ഇൻ യുവർ റിലേഷൻഷിപ്പ്? എനിക്കങ്ങനെ സോ കോൾഡ് വില്ലൻ ആയിട്ട് ഒരാള് എനിക്കില്ല എന്നാണ് എന്റെ. എനിക്ക് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. മമ്മി എന്നെ ഇതിന്ന് കുറെ എതിർക്കാൻ നോക്കിയിട്ടുണ്ട്. അതൊരു ഒരിക്കലും ഞാൻ ഒരു വില്ലനായിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു അമ്മമാര് ചെയ്തതായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല, എന്റെ ലൈഫിലേക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ ചേട്ടനാണ്, സിജു ചേട്ടൻ. നമ്മൾ ആദ്യം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ സിജുചേട്ടൻ സപ്പോർട്ട് ആയിരുന്നു എന്നായിരുന്നു, ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മയില് ആയിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് പെട്ടെന്ന് സിജുചേട്ടൻ ഒരു ചേഞ്ച് വന്നു. സിജുചേട്ടന് അതെന്താന്നുള്ളത് എനിക്ക് ഞാൻ ഇപ്പോഴും സിലടിച്ച് പറയും. ഇപ്പോഴല്ല, കല്യാണം കഴിക്കണ വരെ പറഞ്ഞിട്ടുണ്ട്. നീ ചോദിക്കുക എന്ത് റീസൺ ആണ് സിജുചേട്ടൻ നമ്മളെ എന്നെ വേണ്ട എന്ന് പറയുന്നതിന്റെ റീസൺ എന്താന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ആൻസർ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആൻസർ പറയാൻ സിജുചേട്ടൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആൻസർ പറയാവുന്നതാണ്.
ബെസ്റ്റ് ബ്രോയാണ് ഞങ്ങള്. എനിക്ക് സ്വന്തം ചേട്ടനെ പോലത്തെയാണ് ഇപ്പോ. അത് ഞങ്ങൾ സംസാരിച്ച് സെറ്റ് ഇപ്പൊ എന്റെ മനസ്സിൽ പോയി. പക്ഷെ അതുവരെ എനിക്കത് ഭയങ്കര ഒരു എന്റെ ഹാർട്ടിൽ വന്നൊരു കട്ട് തന്നെയായിരുന്നു സംഭവം. കാരണം അത് സിനോനേക്കാൾ ദേശിക്ക് സിനോണ്ടായിരുന്നു. അത് പറഞ്ഞു കേട്ടിട്ട് സിനോ പോയില്ലോ, അതുകൊണ്ടായിരുന്നു. പക്ഷെ അതായിരുന്നു എന്റെ മെയിൻ തിങ്. ഇതാണ് എന്റെ ലൈഫിലുണ്ടായ എനിക്ക് ഏറ്റവും ഹേർട്ടായതും. അപ്പൊ അതാണ് എന്റെ വില്ലനായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരാള് റിലേഷൻഷിപ്പില്. പക്ഷെ ഇപ്പൊ ഞങ്ങള് കട്ടക്ക് ബ്രോസ് ആണ്. പിന്നെ അതിലൊരു ചെറിയൊരു വില്ലൻ എന്ന് പറയുന്നത് ഡൊമിനിക്കച്ചൻ തന്നെയായിരിക്കും. ഡൊമിനിക്കച്ചനൊന്നും പറയാൻ പാടില്ല, അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്റെ മമ്മിയാണ് അവിടെ പോയിട്ട് പറഞ്ഞത്, അച്ഛൻ ഇങ്ങനെയാണ് അവളെ പഠിക്കുന്നത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ ഇവനെ വില്ലനല്ല, അച്ഛനെ ഒരിക്കലും വില്ലനായിട്ട് പറയും. ചേട്ടൻ അങ്ങനെ വില്ലനൊന്നുമില്ല. ചേട്ടൻ വില്ലനല്ല, ചേട്ടൻ അനിയനെ ഇപ്പൊ എന്റെ മമ്മി എന്നെ ഇതാക്കണ പോലെ ചേട്ടൻ അനിയനാണ്, അത് എനിക്ക് മനസ്സിലാവും. പക്ഷെ സപ്പോർട്ട് ചെയ്ത ആള് പെട്ടെന്ന് ചേഞ്ച് ആയത് എന്തുകൊണ്ടാന്നുള്ള സംഭവം മാത്രമാണ് എനിക്ക് വിഷമായത്. ഞാൻ ഇവനേക്കാളും ഫസ്റ്റ് പരിചയപ്പെട്ടത് സിജുവാട്ടനായിരിക്കും. സിജുവാട്ടനായിട്ടാണ് ഞാൻ വർത്താനം പറഞ്ഞിട്ടുള്ളതും ഞാൻ ഇച്ചിരിയെങ്കിലും കമ്പനി ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരാള് എന്റെ അടുത്ത് ഡയറക്ട്ലി സിജുവാട്ടൻ നിർത്ത് അയ്യോ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ടോക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കണ്ടേ എന്നൊരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അമ്മു ആണ്. ബർട്ടില്ല, അവളെ ശരിക്കുള്ള പേര് ബർട്ടില്ല. അമ്മു എന്റെ കസിനാണ്. അവൾ ചോദിച്ചിരിക്കുന്നത് ഞാൻ എന്ത് പറയാനാണ്, 3 year അല്ലേ വരുന്നത്, ഇപ്പോഴും അടിച്ചു പൊളിയാണോ നിങ്ങളുടെ ഉദ്ദേശം, ഫാമിലി പ്ലാനിങ് ഇല്ലേ? അമ്മുവായിരുന്നു എന്റെ എല്ലാ വിഷമം എല്ലാതും ഞാൻ ഷെയർ ചെയ്യുന്ന അവളായിട്ടായിരുന്നു. അപ്പൊ അമ്മുവിന് എല്ലാ സിറ്റുവേഷൻസും കാണപ്പെടണം, അതാണ് അവൾ അത് പറഞ്ഞത്. പിന്നെ അവളുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാൽ മതിയോ വേണ്ടേ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സമയമുണ്ട് ദാസാ. ദൈവം വിചാരിക്കുന്ന പോലെ നടക്കും. ഞങ്ങളായിട്ട് വിചാരിക്കണം, ദൈവം വിചാരിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കണം. ശരിയാണ്, സെറ്റാക്കി നടക്കും. അതാണ് ഞങ്ങൾക്ക് അതിന് തരാനുള്ള ആൻസർ. സൗമ്യ, അത് എന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. സൗമ്യ ചോദിക്കുന്നത് ഹു ഈസ് ഷോർട്ട് ടെമ്പർ. ഞാനാണ് എന്നായിരുന്നു എന്റെ ഒരു വിചാരം, ബട്ട് ഞാനല്ല. സിനാനാണ് ഷോർട്ട് ടെമ്പർ. പലരും പുറത്തുള്ള എല്ലാവരും വിചാരിക്കുന്നു ഓ ലിയ ആണ് ഷോർട്ട് ടെമ്പർ. അല്ല, സിനോ ആണ് ഷോർട്ട് ടെമ്പർ. പെട്ടെന്ന് ദേഷ്യം വരുന്നത് സിനോനാണ്. ചില പ്രത്യേകിച്ച് ഡ്രസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഈ പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ വല്ല ടോയ് ഷോപ്പിലാണ് കയറണമെങ്കിൽ അപ്പൊ അതിന് നമ്മള് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഷിജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഷിജി ഞങ്ങളുടെ കസിൻ തന്നെയാണ്, സിനോയുടെ കസിനാണ്. വാട്ട് ഈസ് അഡ്ജസ്റ്റ് ബോത്ത് ഓഫ് യു ഫോർ യുവർ ലവബിൾ ലൈഫ്? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കണേ എന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ പുറത്ത് ഒറ്റയ്ക്ക് പോയിട്ട് നിൽക്കുന്ന കപ്പിൾസിന് അറിയാം നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. നമ്മൾ ജോലിക്ക് പോകുന്നു, വരുന്നു, കുക്ക് ചെയ്യുന്നു, അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ഒരു കാര്യമാണ്. അപ്പൊ എനിക്കും സിനോനെന്ന് പറഞ്ഞാല് ടൈമിങ് ഭയങ്കര ഡിഫറെന്റ് ആണ്. എനിക്ക് മോർണിംഗ് 9 to ഈവനിങ് 9 വരെയാണ്. സിനോന് ഈവനിങ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സിനിമ വരുന്നത് 12 മണിക്കാണ്. അപ്പൊ നമ്മുടെ ഉറക്കം എല്ലാം തെറ്റും, ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. പക്ഷെ എന്റെ കുറെ ഫ്രണ്ട്സിന് ഈ ഒരു ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. പക്ഷെ എനിക്ക് അത് സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ഫസ്റ്റ് 2-3 ദിവസത്തേക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ സിനിമ 12 മണിക്ക് വന്നാലും എനിക്കതൊരു അയ്യോ 12 മണിക്ക് വന്നാൽ എനിക്ക് ഉറങ്ങണം അങ്ങനെ സംഭവം എനിക്ക് ഫീൽ ചെയ്യാലോ. അഡ്ജസ്റ്റ് ആയി അങ്ങനെയാണ്. അപ്പൊ ഞാൻ വന്നു ഫുഡ് കഴിക്കുന്നു, ഞങ്ങൾ സിനിമ കാണുന്നു. ചിലപ്പോൾ 2 മണി 3 മണിക്കാവും കിടക്കണേ. 3 മണിക്ക് കിടന്നാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റണത് ബാക്കിയുള്ള എന്റെ വീട്ടിലത്തെ പണികൾ സിനിമ ചെയ്യുന്നതുകൊണ്ടാണ്. എന്റെ പണികളും ഒരു 80% സിനിമയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമന് വേണ്ടി വെയിറ്റ് ചെയ്തത് എനിക്കൊരു ബേർഡനായിട്ട് തോന്നിയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ മരിയ ചോദിച്ചിട്ടുണ്ട്. മരിയ ഞാൻ വന്ന ഹോസ്റ്റലിൽ പറയാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എല്ലാവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഹൂ സപ്പോർട്ടഡ് യുവർ റിലേഷൻഷിപ്പ്? ആരൊക്കെയാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് സപ്പോർട്ട് ചെയ്തത്? ഈ പറഞ്ഞ മരിയൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുണ്ട്. ഇവരൊക്കെ വന്നിട്ട് എന്റെ ഒരു ടീം ഉണ്ടായിരുന്നു കോളേജിൽ. അവരെല്ലാവരും എന്റെ വീട്ടിൽ വന്ന് മമ്മിയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് ഇതില് മമ്മി ഓക്കെ. അവർക്ക് സിനോനെ അറിയാം, കാരണം സിനോ എറണാകുളത്തുള്ള ടൈമിൽ അവരൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് സിനോനെ അറിയുന്നത് കൊണ്ടും അവര് ഇവനെ പറ്റിയിട്ട് നല്ല ക്യാരക്ടേഴ്സ് മാത്രം, മമ്മിയുടെ നല്ല ക്യാരക്ടർ മാത്രമല്ല അറിയുള്ളൂ.
അപ്പൊ അത് പുറത്ത് പറഞ്ഞു വളരെ കറക്റ്റ് ആണല്ലോ. അപ്പൊ അത് മമ്മിയുടെ അടുത്ത് പറഞ്ഞ് മമ്മീനെ സെറ്റ് ചെയ്യാൻ അവര് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആളെന്ന് പറയുന്നത് എന്റെ ചേച്ചിയും നിൻഡോ ചേട്ടനും. ചേച്ചി ആദ്യം കറി ഇതൊക്കെ എടുത്ത് മീൻസ് മമ്മി വിഷമിക്കും അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നിൻഡോ ചേട്ടൻ പറഞ്ഞു ഞാൻ ഫുൾ സപ്പോർട്ട് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ജോസഫ് റിജോ സേബിൻ ജെനിറ്റൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിന്. കാരണം എല്ലാവർക്കും ഇവനെ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോൾ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇവൻ വരുന്നത് കൊണ്ട് അവരെല്ലാരും ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാരും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് മമ്മീന്റെ അടുത്ത് പറഞ്ഞ് മമ്മീനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. ആരുമില്ല. അതെ, ഞാനേ ഇങ്ങനത്തെ സംഭവം ഞാനിങ്ങനെ അങ്ങനെ ഷെയർ ചെയ്യണ കൂടുതലുള്ള ആളായിരുന്നില്ല. ഞാനിതിപ്പോ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വളരെ നല്ല രീതിയിൽ ഞാൻ ഇത് ഷെയർ ചെയ്യായിരുന്നെങ്കിൽ അവരെല്ലാരും അങ്ങനെ നല്ല കട്ടറി സപ്പോർട്ടില് നിന്നാണ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ സംഭവം റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ ഞാനായിട്ട് ഇവരുടെ അടുത്ത് അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാതെ അത് ഞാൻ ചെയ്യണമായിരുന്നു ആ സമയത്ത്. ചേട്ടനും ചേച്ചിയുടെ അടുത്തൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാനും ഇത് അങ്ങനെ അവരായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അതാണ് സംഭവം. അങ്ങനെ എന്റെ ഭാഗത്തുനിന്ന് തെറ്റെന്ന് പറയുന്നത് തന്നെ ഞാനിത് കറക്റ്റായിട്ട് ഞാനിത് ഷെയർ ചെയ്യാത്ത കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളിനിടെ കൂടെ എനിക്ക് എഫക്ട് ചെയ്തത്. വന്നു. കാരണം എല്ലാരുടെ അടുത്തും ഞാൻ പറയുമ്പോ അവരെനിക്ക് റിയാക്ട് ചെയ്യുന്ന റിപ്ലൈ ഇതായിരുന്നു, അവനൊന്നും പറയണില്ലല്ലോ, അവനൊന്നുമില്ലല്ലോ, അവനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ അവര് ഞാൻ നടക്കണേ എന്നുള്ള സംഭവമായിരുന്നു എനിക്ക് ഫുള്ളി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് എന്റെ ഫ്രണ്ട്സ് ആയാലും പള്ളിയിലായാലും അറിഞ്ഞവര് മൊത്തം എന്റെ ഒരു ക്യാരക്ടേഴ്സ് എനിക്കത് ഉള്ളിൽ വെച്ച് നടക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ അറിഞ്ഞത് യാസ് ഞങ്ങള് ഇഷ്ടത്തിലാണെന്നുള്ള സംഭവത്തിലായിരുന്നു ഞാൻ പോയിരുന്നത്. പക്ഷെ അവരൊക്കെ പറയും സിനോട് ചോദിക്കുമ്പോ സിനൊന്നും വീട് പറയണില്ലല്ലോ, സിനൊന്നും വേണ്ടിയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് ആ സമയത്ത് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരാളോടും ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിപ്പോ അതാണ് എന്റെ സ്വഭാവം. ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു സിന ആരെങ്കിലും അടുത്ത് പറയണം. കാരണം അന്നാ മാത്രം ആകെ പിന്നെ സിന പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സോജോന്റെ അടുത്താണ് കോളേജില്. അവളാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഞങ്ങൾ പള്ളിയിലൊരു ഗ്യാങ്ങുണ്ട്, നമ്മളൊരു 8 പിള്ളേരായിട്ടുള്ളൊരു ഗ്യാങ്ങുണ്ട്. പക്ഷെ ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ കൂളായിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഞാനത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചെയ്തിട്ടില്ല. പിന്നെ ഇച്ചിരി അധികം പറഞ്ഞിട്ട് ജോയിന്റെ അടുത്ത് മാത്രമേ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്തും അങ്ങനെ ഞാനായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ അവർക്കറിയാം, പക്ഷെ ഞാനായിട്ട് ഷെയർ ചെയ്തില്ല. അവന്റെ പിന്നാലെ നടക്കണേ എന്നുള്ളൊരു ഇതിലേക്ക് എന്നെ എല്ലാരും മാറ്റി. ഞാൻ സിനോയുടെ പിന്നാലെ നടക്കുന്നു, സിനോട് എന്നെ ഇഷ്ടമല്ല. ആ ഒരു സമയത്ത് അതും എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. ഇഷ്ടമല്ല, ഞാനിത് ആരും ഇങ്ങനെ ഷെയർ ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ആണ് അങ്ങനെ ടോക്കിലേക്ക് വന്നതും അങ്ങനെ കുറച്ച് വിഷമങ്ങളും പുള്ളിക്കാരത്തേക്ക് വളരെയധികം വിഷമങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു ആ ടൈമിലായിരുന്നു. ഇപ്പൊ സിനോന്റെ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ മാക്സിമം ഞാൻ സിനോനെ പറ്റി നല്ലത് പറഞ്ഞ് അവരെല്ലാരും സിനോനെ സപ്പോർട്ട് ചെയ്യിപ്പിക്കാനാണ് നോക്കിയേക്കണത്. സിനോ അതിന് പോലും ട്രൈ ചെയ്യാത്ത കാരണം അവരുടെ വീട്ടില് എനിക്ക് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് വേറെ പല സാധനങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ സിനോന്റെ ചേച്ചിയായാലും സിനോന്റെ അമ്മയായാലും സിനോന്റെ പപ്പയായിട്ട് ഞാൻ പിന്നെയും സംസാരിച്ചിട്ടുണ്ട്. ബാക്കി ആരുടെ അറിയില്ല. സിനോ അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, എന്റെ അടുത്ത് എല്ലാവരും ഉപദേശമായിരുന്നു, അവൻ വെറുതെയാണ്, കളിക്ക് വേണ്ടിയിട്ടാണ്, നീ വെറുതെ താഴ്ച കൊടുക്കണ്ട, പിന്നെ നീ എന്തിന് പിന്നാലെ പോണേ, അവനത് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ പറയില്ല, ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ സംഭവം. അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. പക്ഷെ തിരിച്ച് സിനിമയ്ക്ക് വെച്ചേക്കുമ്പോ സിനിമ ഇഷ്ടമുള്ള പോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ സിനിമ വിടാനും പറ്റിയിട്ടില്ല. എനിക്ക് അവര് പറയുന്നത് എല്ലാവരും തലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് അവർക്കും ചെയ്യാൻ ഇച്ചിരി അല്ല, വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അത് എനിക്കാണ് ഇപ്പൊ ഈ ആൻസർ ചെയ്യുമ്പോഴായിരിക്കും കുറെ പേർക്ക് ഇങ്ങനെയായിരുന്നു ഞാൻ ലവ് സ്റ്റോറി എന്ന് അറിയാൻ പോണത്. ഷിജാട് കട്ടസപ്പ അയ്യോ ഷിജാട്ടിനാണ് കൂടുതൽ ചീത്തയായിട്ട് എന്റെ മമ്മിയുടെ ഷിജാട്ടിനാണ് ആക്ച്വലി. ഷിജാട്ട് അറിഞ്ഞുകൊണ്ടല്ലായിരിക്കും, എന്നാലും ഷിജാട്ടിനാണ് ഞങ്ങളുടെ ഈ ഒരു പ്ലാന്റിന് വിത്തിട്ട് കൊടുത്തത് ഷിജാട്ടിനായിരുന്നു. ഷിജാട്ടിന്റെ വീട്ടിൽ നിന്നാണ് തുടക്കം. അപ്പൊ മമ്മിയുടെ കുറെ ചീത്ത ഷിജാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ പാവ ഷിജാട്ടൻ എന്നാലും ഇപ്പോഴും ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ഷിജാട്ടനാണ്. അത് ഞാൻ എവിടെയും തുറന്നു പറയും. അടുത്തത് അഖില പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് മാച്ച് ആവുന്ന ഒരു സോങ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ലവിനെ പറ്റി ആലോചിക്കുമ്പോ ഞങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരു സോങ്, എനിക്ക് ഓർമ്മ വരുന്ന ഒരു സോങ്, അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് മാച്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 7ാം അറിവിലെ ഒരു സോങ് ഉണ്ട്. സംഭവം എന്താ ഓർമ്മ കാരണം എന്ന് വെച്ചാല് ഫസ്റ്റ് ആയിട്ട് സിനോന് ഞാനും തമ്മിൽ ചാറ്റിങ് തുടങ്ങണ അന്ന് സിനോ 7ാം അറിവ് സിനിമ കാണാൻ പോയിക്കും. ആ പടം കാണാൻ പോയെന്ന് അവിടെ തിരക്ക്, പോലീസുകാരുടെ അടി, ഞാനും
എന്റെ ഒരു കസിൻ അവന്റെ കൂടെ ഞാൻ സിനിമയ്ക്ക് പോയത്. അന്ന് ഞങ്ങള് ജോസില് വൻ തിരക്ക് തൃശ്ശൂര്. അന്ന് പോലീസുകാര് മറ്റേ ചൂരലോണ്ട് അടി തന്നെ അടി ടട്ട അജാതി തിരക്കുള്ള സമയത്ത് അപ്പോഴാണ് ഞാൻ ആ പടം കാണാൻ പോയത്. ഇറങ്ങിപ്പോ കാണാൻ പോയതാണ്. ആ പടം കണ്ട് കഴിഞ്ഞിട്ടാണ് അന്ന് എനിക്കൊരു പ്രോജക്റ്റിന്റെ ടൈമൊക്കെ ആയിരുന്നു. അത് ഒരു ഞങ്ങളുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ ഷീജോ ചേട്ടനാണ് ഞങ്ങളുടെ ഇതിന്റെ ഉത്തരവാദിത്തൻ. അപ്പൊ ഷിജാട്ടിന് ഇവരോടുള്ള സിനിമ കാണാൻ പോയിക്കണം. അപ്പൊ എനിക്ക് പ്രോജക്റ്റിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പൊ ഷിജാട്ടനാണല്ലോ എന്റെ കോളിലേക്ക് വിളിക്കണ്ടേ ഓട്ടോമാറ്റിക്കലി. അപ്പൊ പക്ഷെ സിനോനാണ് ഒരു വേറെ നമ്പറിൽ നിന്നാണ് കോള് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ പറയാൻ നോക്കിയപ്പോ ഞാൻ സിനോനാണ് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടേ വാങ്ങാൻ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 7 കഴിഞ്ഞിട്ടാണ് ആ മെസ്സേജ് തന്നെ. അവിടുന്ന് മുതലാണ് ഞങ്ങള് മെസ്സേജിങ് സ്റ്റാർട്ട് ചെയ്ത്. ഫോം വിളിക്കില്ലാട്ടോ, മെസ്സേജ് അയക്കാൻ ചെയ്തേക്കുന്നത്. മെസ്സേജിങ് സ്റ്റാർട്ട് ചെയ്ത് ആ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്തപ്പോ അവൻ ചോദിച്ചു, ഞാൻ ചോദിച്ചു എങ്ങനെയായിരുന്നു പടം. അപ്പൊ നല്ല അടിപൊളി പടമാണ്, സൂര്യ അടിപൊളിയായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഞാൻ ആ സിനിമയുടെ പാട്ടുകളൊക്കെ കാണാനുണ്ട്. എനിക്ക് തമിഴ് പടം കാണാൻ ഇഷ്ടമല്ല, പക്ഷെ ആ പാട്ടുകൾ കൂടുതൽ കാണാൻ നോക്കി. അങ്ങനെയാണ് എനിക്ക് ആ പാട്ട് ഞങ്ങളുടെ ലവിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു പാട്ട് അതായിരിക്കും. എനിക്ക് അതോടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പടം പടമല്ല പാടും നമ്മുടെ നസ്രിയുടെയും നമ്മുടെ നീമ്പോലിയുടെയും ഒരു ആൽബം സോങ് നെഞ്ചോട് ചേർത്ത് ആ പാട്ടിനാണ് എനിക്ക് ഒരു ഇഷ്ടം. സത്യം. അപ്പൊ നിതിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിതിൻ ഞങ്ങളുടെ കസിൻ ആണ്. ഇതിലിപ്പോ ചോദിച്ചിരിക്കുന്നത് മിക്കത് ഞങ്ങളുടെ കസിൻസും ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ്. നിന്നെ ചെറുപ്പം തൊട്ട് അറിയാം എനിക്ക്. നിനക്ക് നല്ല വാശിയുള്ള ആളായിരുന്നു. നീ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന പോലെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ അങ്ങനെയാണോ? നമ്മുടെ മെച്യൂരിറ്റി സീരിയസ്നെസ് നീ കല്യാണം കഴിഞ്ഞപ്പോൾ നിനക്ക് നല്ല മാറ്റമുണ്ട്. വാശിയുടെ കാര്യം സിനോന് മാത്രമേ അറിയൂ. എന്നാലും നിനക്ക് ആകെ ഒരു മെച്യൂരിറ്റി ഒക്കെ വന്ന പോലെ. കല്യാണം കഴിഞ്ഞ എല്ലാവരും നന്നാവും ഇതുപോലെ. സിനോ, നിങ്ങൾ വർഷങ്ങൾ പ്രണയിച്ചതൊക്കെ തന്നെ. രണ്ടാൾക്കും നന്നായി അറിയുകയും ചെയ്യാം. എന്നാലും നീ ഇവള് വന്നപ്പോൾ മാറ്റിയ ഒരു ശീലം, അതുപോലെ ഇവളെ കൊണ്ട് മാറ്റിച്ച ഒരു ശീലം എന്താവും? ഇതാണ് ക്വസ്റ്റ്യൻ. വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ. ഇപ്പൊ നിതിൻ പറഞ്ഞത് എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞപ്പോ വാശിയുടെ കാര്യം എങ്ങനെയാ? എന്റെ ഭാഷയെ പറ്റി അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം നടന്നത് തന്നെ. കാരണം എന്റെ ഭാഷയുടെ അപ്പുറത്തേക്ക് ഒരു വാക്ക് പറയാൻ ആർക്കും പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് എന്റെ ബന്ധുക്കളല്ലാതെ ഇതിന് യെസ് എന്ന് സംഭവിച്ചത്. ചില സമയത്തൊക്കെ വാശി എടുത്താൽ ഞാൻ അതുപോലെ ചിലപ്പോ കട്ടക്ക് നിൽക്കും എന്നെക്കാളും വാശി. അപ്പൊ ഇതുവരെ ഞാൻ വന്ന എന്റെ ലൈഫിൽ ഞാൻ വാശി എടുത്താൽ ഞാനാണ് അവിടെ രാജാവ്. ഞാൻ പറഞ്ഞത് അവിടെ നോക്കും അങ്ങനെയായിരുന്നു. ഇവിടെ വന്നപ്പോ വാശി ഞാൻ എടുത്ത എന്റെ അപ്പുറം വാശി സീൻ എടുക്കും. അപ്പൊ അതിന് വെട്ടിക്ക് എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ വയാതെയാവും. അപ്പൊ ആ പ്രശ്നം അവിടെ തീരും. ഇതാണ് ഞങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിതിൻ അവൻ എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് നിതിൻ. അപ്പൊ അവന്റെ അടുത്ത് ഞാനിങ്ങനെ അടി ബഹളമാണ് ഇതുവരെ. അപ്പൊ അവനിപ്പൊ എന്നെ പെട്ടെന്ന് ഒരു സൈലൻസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന് ശേഷം ഭയങ്കര സൈലന്റ് ആയി, ഇൻട്രോവേർട്ട് ആയി. അത് വേറെ ക്വസ്റ്റ്യൻ നമ്മൾ അതിനെ ആൻസർ ചെയ്യും. അപ്പൊ ഇനി ശരിയാണുള്ള ക്വസ്റ്റ്യൻ ആണ്. നീ ഇവള് വന്നപ്പോൾ മാറ്റിയ ഒരു ശീലം എന്തായിരിക്കും? അത് എന്തെങ്കിലും മാറ്റമാണ് ശീലം? നീ ആയിട്ട് മാറ്റിയ ശീലം. നിനക്ക് എന്താണ് തോന്നുന്നത്? എക്സ്ട്രോവേർട്ടായി. അത് ശരിയാ, അത് ശരിയാ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ സിനോ ഡാൻസ് കളിക്കും, അവൻ ഇങ്ങനെ എൻജോയ് ചെയ്യും എന്നുള്ളത് കല്യാണത്തിന് ശേഷമായിരിക്കാം സിനോന്റെ വീട്ടുകാർക്ക് പോലും അറിയുന്നത്. അത് കല്യാണത്തിന് ശേഷം വന്നൊരു മാറ്റം. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു എനിക്ക് നാളല്ലാണ്ടായിന്ന് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. അതായത് ഞാൻ ഒന്നുകൂടി എന്നെ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വേറെ ഇപ്പൊ ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഏതൊരു ഡാൻസിന്റെ വീഡിയോ ഇട്ടപ്പോഴാണ് സിനോന്റെ ചേച്ചിമാരൊക്കെ പറഞ്ഞത് ഇവൻ ആദ്യമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് കാണുന്നതെന്ന്. അപ്പൊ അത് കല്യാണത്തിന് ശേഷം വന്ന് ഇൻട്രോവേർട്ട് ആയിരുന്ന സീൻ ഇച്ചിരി കൂടി എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി. നീ എന്നെ കൊണ്ട് മാറ്റിച്ചൊരു ശീലം. ക്ഷമ വരുത്തി വാശി കുറച്ചു. ഇത്തിരി എക്സ്ട്രോവേർട്ട് ഓവർ ആയത് ഇച്ചിരി കൂടി വലിച്ച് മിഡിലേക്ക് കൊടുന്നു. ഇതാണ് കുറച്ച് മാറിയെന്നാണ് എനിക്കും തോന്നുന്നത്. ഞാനും ആലോചിക്കാറുണ്ട്. കാരണം കുറെ നാളെ ഞാൻ ദേഷ്യപ്പെട്ട് വാശി പിടിച്ചതൊക്കെ നാട്ടിൽ പോയിട്ട് മമ്മിയുടെ അടുത്ത് പോയിട്ട് വേണം വാശി പിടി. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു. നിതിൻ, എടാ മോനെ ഹാപ്പി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഫാത്തിമ സഫ. അത് എന്റെ ഒരു ജൂനിയർ ആയിരുന്നു. അവള് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഓഫ് വൈഫ്. അതെ, ഒറ്റയ്ക്ക് ജോലി എടുക്കണം. അല്ല, എനിക്കിപ്പോ ജോലി ഇല്ലാത്ത ടൈമിലും എനിക്ക് ഒരു ജോലി ഉള്ളപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും കാശില്ലാത്തത്. ജോലി ഇല്ലാത്ത ടൈമിൽ എനിക്ക് സീനോ കാശ് തരുന്നായിരുന്നു, എനിക്ക് കാശ് കയ്യിലുണ്ടായിരുന്നു. ജോലിയുണ്ട്. ഇപ്പോഴായാലും ഇപ്പൊ എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണമെങ്കിലും സിനോട് ചോദിച്ചിട്ട് എനിക്ക് ചെയ്യാം. എനിക്ക് അത് സിനോ പറയട്ടെ, നീ എന്തെങ്കിലും ചോദിക്കണം, നീ ചെയ്തോന്ന് പറയെങ്കിലും എനിക്ക് ആ സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ചോദിച്ചിട്ട് ചെയ്യാനാണ് എനിക്കൊരു ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ജോലികൾ നല്ലതാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എപ്പോഴും ആവശ്യമാണ്. അത് എല്ലാവർക്കും ആവശ്യമാണ്. അതായത് ഇപ്പൊ മമ്മിയെ വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മി ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് എന്റെ മമ്മി. മമ്മി ഞാൻ രണ്ടുപേരെയും ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചു, രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചു. ഞങ്ങളുടെ വീട് ഒരു ബാധ്യത ഒന്നും ഇല്ലാതെ പോവാന്ന് പറയുന്നത്, മമ്മ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ മദർ പോവാന്ന് പറയുന്നത്, അത് ഞങ്ങൾ എപ്പോഴും മമ്മിക്ക് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എന്റെ ഒരു റോൾ മോഡലായിട്ട് വെച്ചിരുന്ന ഒരാളെ മമ്മി തന്നെയാണ്. വെറുതെ വീട്ടിലിരുത്തണം എനിക്ക് ആഗ്രഹമില്ല. കാരണം മമ്മി ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വെറുതെ ഇത്ര പഠിപ്പിച്ചിട്ട് പിന്നെ വെറുതെ വീട്ടിലിരുത്തേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് സ്റ്റെഫിയാണ്, എന്റെ ഫ്രണ്ടാണ്. അവള് ചോദിച്ചിരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു സോങ് അല്ലെങ്കിൽ ഫിലിം. നമുക്ക് ഇതിനനുസരിച്ച് ഫിലിം പറയാം. അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, എന്നാലും എനിക്ക് അതായിട്ട് ഓർക്കാൻ പറ്റുന്ന ഒരു പടം എന്ന് പറയുന്നത് മറ്റേ തട്ടത്തിനുണ്ടായിരുന്ന പടമായിരുന്നു. അപ്പോൾ വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പടം പോയി കാണുന്നതും അപ്പോൾ മെസ്സേജ് ചോദിക്കുന്നത്, നിങ്ങൾ ഈ പടം കണ്ടു, ഞാൻ പടം കണ്ടു ചോദിക്കുന്നുണ്ട്. ആ പടം കാണുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ. എനിക്ക് ഓർമ്മ വരുന്ന ഫിലിം ഏതായിരിക്കും? ഇതിൽ ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഞങ്ങളുടെ ലവ് സ്റ്റോറി ഒരു കോമൺ എല്ലാവരും കാണുന്ന ഒരു ലവ് സ്റ്റോറി അല്ലായിരുന്നു, വേറെ ഒരു വേർഷൻ ഓഫ് ലവ് സ്റ്റോറി ആയിരുന്നു. അതായത് പ്രോപ്പർ ആയിട്ട് ഒരു ലവ് ഞങ്ങളുടെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി 10 years ഓഫ് ലവ് എന്നൊക്കെ പറയുമെങ്കിലും ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ലവ് ഉണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾ ഇപ്പോഴത്തെ ലവേഴ്സ് കാണിക്കണ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്കൊരു ഫിലിം എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ എനിക്ക് ഞങ്ങളുടെ ലവ് സ്റ്റോറി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ എന്ന് പറയുന്നത് അനുരാഗം കരിക്കുമല്ല. അനുരാഗം കരിക്കുമ്പോഴും പറയാനുള്ള കാരണം, സിനോന് ഞങ്ങളുടെ ലവ് സ്റ്റോറിയില് ഇത്രയ്ക്കും എഫേർട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു 10 years എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ട് ഉള്ള ഒരു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഇയേഴ്സ് ആയിരുന്നു 10 years എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്നെ സിനോ സപ്പോർട്ട് ചെയ്തിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഞാൻ ആ സമയത്ത് എനിക്ക് സിനോന് ഇഷ്ടമാണ്, സിനോന് എന്നെ ഇഷ്ടമാണ്, പക്ഷെ ഞാനത് എക്സ്പോസ് ചെയ്തിരുന്നു, സിനോ അത് എക്സ്പോസ് ചെയ്തിരുന്നില്ല. സിനോ ഇപ്പോഴാണ് ഞാൻ ഓരോ ചോദിക്കുമ്പോ അവൻ ഓരോ കഥകൾ പറയുമ്പോഴാണ് ഞാൻ ഓരോന്ന് ഇപ്പോഴാണ് അറിയുന്നത്. സിനോന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സിനോ ചുറ്റുള്ളവര് എന്ത് പറയണോ അതിനനുസരിച്ചിട്ടാണ് സിനോ മൂവ് ചെയ്തിരുന്നത്. എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റുള്ളവർ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല, പക്ഷെ പറയുന്നത് ചുറ്റുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ എന്റെ എന്താണ് ഒപ്പീനിയൻ, എന്റെ അഭിപ്രായം എന്താ, എന്റെ മനസ്സെന്താ പറയുക, അത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ സമയത്ത് സിനോന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കുറെ വിഷമിക്കുന്ന കുറെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവങ്ങളെല്ലാതും എനിക്ക് അനുരാഗം കരിക്കും വെള്ളം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതിൽ ആ ഒരു അങ്ങനെയാണ് അവരുടെ ലവ് സ്റ്റോറി പോണത്. അപ്പൊ ആ ഒരു ഇതാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ പുതിയ മെമ്പറാണ്, ആശയാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് അവരുടെ റീസെന്റ് അടുത്ത മാരേജ് അവരുടെയാണ്. ഇപ്പൊ നിതിൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്. നിതിൻ എന്ന് പറഞ്ഞാൽ എന്റെ കസിൻ ആണ്, ഫസ്റ്റ് കസിൻ. അവൻ കല്യാണം കഴിക്കാൻ പോവാണ്, 2 months കഴിഞ്ഞിട്ട്. പെൺകുട്ടിയാണ് ആശ. അപ്പൊ നിതിൻ നേരത്തെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെയാവുമെന്ന്. ആശ അത് നിന്നോടുള്ള ക്വസ്റ്റ്യൻ ആണ് അവൻ ചോദിച്ചത്, ഇൻഡയറക്ട്ലി അവൻ ഞങ്ങളോട് ചോദിച്ചതാണ്. അപ്പോ ആശ ഞങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഹു ആഡ്സ് ദ സ്പാർക്കിൾ ടു സ്റ്റേ ഇൻ ലവ്? ക്വസ്റ്റ്യൻ മനസ്സിലായി, നമ്മൾ ആരാണ് സ്പാർക്ക് ഇടുന്നതെന്നാണ്. ഇതിന്റെ ഒരു ഒറ്റ ആൻസർ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരും സ്പാർക്ക് ഇടുന്നത് കൊണ്ടാണ് അവിടെ സ്പാർക്ക് ആവുന്നത്. അതായത് രണ്ടുപേരും ചെറിയ സ്പാർക്ക് ഉണ്ട്, ആ സ്പാർക്ക് കൊണ്ടാണ് മുന്നോട്ട് കഥകൾ പോകുന്നത്. സ്പാർക്ക് കൂടുതൽ ഇടുന്നത് പറഞ്ഞു പറയുന്നത് ഞാൻ തന്നെയാണ്. സ്പാർക്ക് ഇഷ്ടംപോലെ സ്പാർക്ക് ഉണ്ട്, രണ്ടുപേരും സ്പാർക്ക് ഇടുന്നുണ്ട്. സ്പാർക്ക് ഉണ്ടാവും, പക്ഷെ ഒരു 80% 100 ഒരു 80% ഞാൻ 20% ചെറിയ സ്പാർക്ക് വരുമല്ലോ. അല്ല, അപ്പൊ ചോദിച്ച ആൻസർ എത്ര? ഞങ്ങൾ രണ്ടുപേരും സ്പാർക്ക് ഇടുന്നുണ്ട്, ഇച്ചിരി കൂടുതൽ ഞാനാണെന്നുള്ളൂ. അതെല്ലാ പെമ്പിളാരായിരിക്കും അവരുടെ കൂടുതൽ എഫേർട്ട് ഇടുന്നത്. അതെ, അടുത്ത വില്ലന്റെ ക്വസ്റ്റ്യൻ.
അടുത്തത് എന്റെ വില്ലന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ സില്ലിയസ്റ്റ് തല്ലുകൂട്ടം യു ഗൈസ് ഹാവ് ഹാഡ് ആൻഡ് അറ്റ് ലാസ്റ്റ് മെയ്ഡ് അതേഴ്സ് ലോവ് വെൻ ദേ ഹിയർ അബൌട്ട് ദ ആർഗ്യുമെന്റ്? ഞങ്ങളുടെ എല്ലാ തല്ലുകൂട്ടും ആൾക്കാർ കേൾക്കുമ്പോൾ ചിരിക്കാറുണ്ട്. അത് ഞങ്ങൾ ഇത്ര സീരിയസ് ആയി തല്ലുകൂടിയിട്ട് അതിന്റെ കാരണം എല്ലാവരും കേൾക്കുമ്പോൾ ചിരിക്കാറുണ്ട്. അത് എന്താണ്? അവരാണ് ഞങ്ങളുടെ തല്ലോട്ട് കുറെ അറിയണ ആൾക്കാര്. ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് സീന ഇപ്പൊ ചെറുതായിട്ട് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവനുസരിച്ച് എനിക്ക് അത് ഭയങ്കര പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ നല്ലതായിരിക്കും എനിക്ക് അറിയില്ല. അപ്പൊ സീന ഇങ്ങനെ ആരെ വിളിച്ചു, അപ്പൊ ഇവന്റെ ഫ്രണ്ട്സ് തന്നെ വിളിച്ചിട്ട് എന്തോ മാർക്കറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താ ഏത് മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ല നമുക്ക് ലീവല്ല, അപ്പൊ ഏതെങ്കിലും മാർക്കറ്റിൽ പോകണ്ടെങ്കിൽ അവനെന്തോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോ ഫിഷ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവൻ പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പിന്നെ ഒരു ടൈമിൽ ഇവര് ഈ കോള് വീണ്ടും ഈ മാർക്കറ്റിന്റെ സബ്ജക്ട് ഇവരെ കോളിൽ സംസാരത്തിന് വന്നു. അപ്പൊ ഞാൻ ഇരുന്ന് കേട്ടപ്പോ ഫുൾ ഈ ട്രേഡിങ്ങിന്റെ മാർക്കറ്റിനെ പറ്റിയിട്ടായിരുന്നു ഇവര് സംസാരിക്കണം. പക്ഷെ അന്ന് അവരെടുത്തോളം പറഞ്ഞു, അത് ഞങ്ങൾ വഴക്കിട്ടു. അത് നമ്മൾ ആരടുത്ത് പറഞ്ഞപ്പോ അതെല്ലാരും ചിരിച്ചു. എന്റെ മമ്മീടെ അടുത്ത് ആരടുത്ത് പറഞ്ഞപ്പോ അതൊരു ചെറിയ സംഭവം. ഞാൻ മാർക്കറ്റ് ചിന്തിച്ചത് വേറെ രീതിയിലും സീന എന്നെ അത് കൺവിൻസ് ചെയ്തത് വേറെ രീതിയിലും. അത് ഒരു സംഭവമായിരുന്നു. രസകരമായ വേറെ സംഭവം ഞാൻ പറയാം. അതായത് എന്റെ കല്യാണം ഉറപ്പിക്കൽ സമ്മത ചടങ്ങ്. അപ്പോ ഞാൻ നാട്ടിൽ ലാൻഡ് ചെയ്തു. അന്ന് രാവിലെ ഞാൻ പിള്ളേരായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയി ഗ്രൗണ്ടില്. ഇവളടുത്ത് പറഞ്ഞിട്ടില്ല രാവിലെ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ്. ഇവളെ വന്നിട്ട് മെസ്സേജ് ഇട്ടില്ല. അപ്പൊ ഇവള് അന്ന് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിക്ക് വന്നു എന്നെ നോക്കി ഞാൻ വന്നു ഫോൺ അടിച്ചു. അപ്പൊ ഇവ അവിടെ കളിക്കണ്ട. കാരണം എനിക്ക് ദേഷ്യമാണ്. കാരണം എന്നെക്കാളും ഇമ്പോർട്ടന്റ് അവൻ ആ കളിയും ആ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അവിടെ വന്ന് ഞാൻ ഫോൺ അടിച്ച് ഇവൻ അവിടെ നോക്കി. ഞാൻ ഒറ്റ ഞാൻ ദേഷ്യത്തില് വണ്ടി എടുത്തിട്ട് പോയി. ആ പോയതിനു ശേഷം പിന്നത്തെ ബോൾ എറിയുന്നു. ബോളിന്റെ മുകളിൽ ഫീൽഡറാണ് ഞാൻ. ബോളിന്റെ മുകളിൽ ചവിട്ടുന്നു, വീഴുന്നു, നേരെ പോയിട്ട് താഴത്ത് ഇടിക്കുന്നു. ഇവിടെ പൊളിയുന്നു. 6-7 സ്റ്റിച്ച് ഇടുന്നു പട്ടാമി മെഡിക്കൽ കോളേജില്. എന്നിട്ട് ഷീജു ചേട്ടൻ ഞാനിപ്പോ ജോലി സ്ഥലത്തിരിക്കാം. അപ്പൊ ഷീജു ചേട്ടൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഫോൺ എടുക്കില്ല. കാരണം ഇവനാണ് വിളിക്കണേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാത്ത. അന്നും ഷിജു ചേട്ടൻ എന്നിട്ട് കൊറേ കഴിഞ്ഞിട്ട് ഷിജു ചേട്ടൻ ഞാൻ ഫോൺ എടുത്തു. നിനക്ക് എന്താണ് ഫോൺ എടുത്തോന്നിട്ട് എന്നോട് ചെയ്ത പറഞ്ഞു ഷിജു ചേട്ടൻ. അപ്പൊ എന്താ പോലും ഇവിടെ കിടക്കുന്നുണ്ട് നിന്റെ ചെക്കൻ മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വന്ന ടെൻഷൻ. ഞാൻ എന്താ സംഭവം എനിക്കറിയില്ലല്ലോ. അപ്പൊ അതൊരു സംഭവമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഷീജോ ചേട്ടന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കല്യാണത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു മേജർ ചേഞ്ച് എന്തായിരുന്നു? ഷീജേട്ടൻ ചോദിച്ചിരിക്കുന്നത് കല്യാണത്തിന് ശേഷം നമ്മളിൽ വന്നിരിക്കുന്ന മേജർ ചേഞ്ച്. അത് ഞങ്ങൾ മുന്നേ പറഞ്ഞു. ഞങ്ങൾക്ക് മെച്യൂരിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയാം, വാശി കുറക്കൽ എന്ന് പറയാം. അങ്ങനെ പല ചേഞ്ചസ് ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ക്യാരക്ടർ ചേഞ്ചസ് കുറെ കാര്യങ്ങളിൽ ഞങ്ങൾ പഠിച്ചു പുതിയതായിട്ട്. എങ്ങനെ 10 വർഷം ഞങ്ങൾക്ക് അലൗ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ 10 വർഷത്തെ ആൾക്കാരല്ലായിരുന്നു ഈ 3 വർഷം. അത് ആ ചേഞ്ചസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഞങ്ങൾക്ക് പറ്റിയ സ്വഭാവത്തിലുള്ള ചേഞ്ച് തന്നെയാണ് മെയിൻ. എല്ലാരും അയ്യോ കല്യാണം നീ പെട്ടു എന്നാണ് കല്യാണം കഴിക്കാൻ എല്ലാവരോടും പറയണ ഒരു സംഭവം. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പറയില്ല പെട്ടു എന്ന്. കല്യാണം കഴിക്കണം, അടിപൊളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഷാജാലിയുടെ ആണ്. എന്റെ ആന്റി തന്നെയാണ് ഷാജാലി. ഈ 3 years മാരേജ് ലൈഫിൽ നിങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് എന്താ? ഞങ്ങൾക്ക് ഫുൾ മൊമെന്റ്സ് ഞങ്ങൾക്ക് ഹാപ്പിയാണ്. ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ മുന്നേ അതിന് ആൻസർ പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് അഞ്ജനയാണ്. ഞങ്ങളുടെ ക്ലിനിക്കിലെ നേഴ്സായിരുന്നു. അപ്പൊ അവള് ചോദിച്ചിരിക്കുന്നത് വിച്ച് മെമ്മറി ഈസ് ട്രൂലി മിസ്സിംഗ് അറ്റ് ദ ടൈം ഓഫ് റിലേഷൻഷിപ്പ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മെമ്മറിയാണ് നമുക്ക് മിസ് ചെയ്യണം? നമ്മളിപ്പോ പറഞ്ഞു പുനലൂർക്കുള്ള ട്രെയിനും പിന്നെ ഞങ്ങൾ ബൈക്ക് റൈഡും. മോർണിംഗ് ബൈക്ക് റൈഡ്. അതായത് ഇവള് 4 മണിക്ക് വീടിന്റെ അവിടുന്ന് ബസ് കയറി തൃശ്ശൂര് പോയിട്ട് ഇറങ്ങും. ഇവിടുന്ന് എന്റെ വീടിന്റെ അവിടുന്ന് കയറ്റണത് മമ്മിയുള്ള പേപ്പറുള്ളപ്പോ പേപ്പറാണ് എന്റെ തിരുത്തിപ്പറമ്പെന്ന് കയറ്റണേ എന്നെ ബസ്. അവിടെ തന്നെയാണ് സിനോനും കയറണ്ടേ. പക്ഷെ ഇവിടുന്ന് പേപ്പർ കയറ്റണ കാരണം സിനോ അപ്പുറത്തെ സ്റ്റോപ്പ് ബസ്സിൽ കയറാം. ചില സമയത്ത് അങ്ങനെ ബസ്സിൽ പോകും. ചില സമയത്ത് ഞാൻ ബൈക്കിൽ തൃശ്ശൂർ പോയിട്ട് വെയിറ്റ് ചെയ്യും. തൃശ്ശൂർ വന്നിട്ട് ചില സമയത്ത് സിനിമ ബൈക്കില് തൃശ്ശൂർ വെയിറ്റ് ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഞാൻ ബസ് പേപ്പറിനെ കയറ്റി വരും. അവര് ഞാൻ ട്രെയിനിൽ പോകാന്നാ. പക്ഷെ തൃശ്ശൂർ ഇറങ്ങിയിട്ട് പേപ്പർ ചെയ്ത് കാണുമ്പോ അറ്റാക്ക് വരണം. അങ്ങനെ ഒരു സംഭവം. അതൊക്കെ പാലിക്കുമ്പോ നല്ലൊരു രസമുള്ള മൊമെന്റ്സ് ആയിരുന്നു.
അതുപോലെ രാവിലെ ആയപടി അധികം തിരക്കുണ്ടാവില്ല റോഡില്. പക്ഷെ 4 മണി പുലർച്ചെ 4 മണിയാണ്, അപ്പൊ തിരക്ക് കുറവാണ്. പക്ഷെ വലിയ വണ്ടിയാണ്, പക്ഷെ റിസ്ക് ആണ്. പക്ഷെ അതൊരു രസകരമായ മൊമെന്റുകളില് ഇപ്പോഴും ഓർക്കാൻ വരുന്ന കുറച്ച് മൊമെന്റുകളിലൊന്നും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജൂവിയാണ് ചോദിച്ചിരിക്കുന്നത്. ജൂവി ആരാ? ജൂവി അശ്വിനിയിലെ എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ സ്റ്റുഡന്റ് ആണ് ജൂവി. ഇന്ത്യൻസ് ആണ്, ഇന്ത്യൻ ആണ് അവരൊക്കെ. അപ്പൊ എനിക്ക് അവരെല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ടീം മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ്. സാറുമാര് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരെയാണ്. സിനോനെ അവരെ അറിയാം, നല്ലപോലെ അറിയാം. അപ്പൊ അവന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് റിയൽ വേഴ്സസ് റിയാലിറ്റി, അതുപോലെ ലവ് വേഴ്സസ് റിയൽ ലൈഫ്. ഞങ്ങൾ നേരത്തെ ഇതുവരെ പറഞ്ഞ എല്ലാ ആൻസേഴ്സിലും ഇതിനുള്ള ഉത്തരമുണ്ട്. ലവ് ലൈഫും റിയൽ ലൈഫും എന്റെ കളി ഡിഫറെന്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ചിലവർക്ക് ചിലപ്പോൾ അത് ലവ് ലൈഫ് പോലെ തന്നെ റിയൽ ലൈഫും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഇച്ചിരി വ്യത്യാസമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനിപ്പോ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ലവ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് ഞങ്ങള് മെസ്സേജ് ആണോ ടെക്സ്റ്റ് മെസ്സേജ് ആണോ ഞങ്ങൾ വിളിക്കലും കാണും കുറവാണല്ലോ. അപ്പൊ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ മിസ് യു ഐ ലവ് യു ഐ ലവ് യു ഇതന്നെയായിരുന്നു ഞങ്ങളുടെ മെസ്സേജുകൾ. അപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ബിസി ലൈഫൊക്കെ ആയപ്പോ അത് ഞങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഐ ലവ് യു പറയേണ്ട ആവശ്യം. ഇപ്പൊ ഇന്ന് ഞാൻ ഇവനെ കണ്ടോണ്ടിരിക്കുകയാണ്, ഇവ എന്നെ കണ്ടോണ്ടിരിക്കുകയാണ്, ഞാൻ എന്റെ മുഖത്ത് പോയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇവൻ ചിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ രണ്ടാഴ്ച മുന്നേ ഞാൻ ചുമ്മാ മെസ്സേജിൽ എന്തോ ഇവൻ ജോലിയിലായിരുന്നു, ഞാൻ ചുമ്മാ വെച്ചു ഐ ലവ് യു സിനോ എന്ന് വെച്ചു. അപ്പൊ തിരിച്ച് ഐ ലവ് യു ടു എന്ന് പറഞ്ഞു. അപ്പൊ ആ സംഭവം വന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്കത് ഇതായത്. കാരണം ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു പണ്ട്, ഇപ്പൊ ഞങ്ങൾ അങ്ങനെ സംഭവം ഞങ്ങളിൽ ഇല്ലാന്ന്. പക്ഷെ അതൊരിക്കലും ഞങ്ങളുടെ ലൈഫിനെ എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവും നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോ. ലവിങ് ടൈമിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറയും, അത് ചിലപ്പോ നമുക്ക് റിയൽ ലൈഫിൽ വരുമ്പോ നമുക്കത് ചെയ്യാതിരിക്കാൻ കുറെ റീസൺസ് വേറെ വന്നു ചേരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ റീസൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെറ്റാണ്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ചോദിച്ചത്. റിയൽ ലൈഫും ലവബിൾ ലൈഫിലും രണ്ടിലും എന്റെ ഡിഫറെന്റ് തന്നെയാണ്. ഞങ്ങൾക്ക് ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ലവ് ലൈഫിലാണ് ഞങ്ങൾക്ക് 2 തീരുമാനങ്ങളായിരുന്നേ, ഇപ്പൊ ഞങ്ങൾക്ക് 2 ഒരു തീരുമാനങ്ങളായി. മാക്സിമം ഞങ്ങൾ ഇപ്പൊ 2 കൂടി തീരുമാനിച്ചിട്ട് ഓരോ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് നിനക്കുള്ള ആൻസർ. അപ്പൊ ഞങ്ങളുടെ ഈ നാടകം പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത് ലോങ് വീഡിയോ ആണ്. ഇത് ഞാൻ കട്ട് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരും. അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും വലിയ ബിഗ് താങ്ക് യു. ഇത് നമ്മള് ചോദ്യം ചോദിച്ചു, നമ്മളതിന് ഉത്തരം പറഞ്ഞു. അതിന് പുറമേക്ക് ഇതിന് ഒന്നും ഇല്ല. ഞങ്ങള് ജസ്റ്റ് ജെന്യുവൻ ആയിട്ട് ഞങ്ങൾക്കും ഒരു സമാധാനം, ഞങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചു. ഞങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റി ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സോട് കൂടി. ഇതിന് പുറമേക്ക് വേറെ ഒന്നുമില്ല. നിങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. അതില് വേറെ ആർക്കും ഒരു ഗിൽറ്റി ഫീൽ അല്ലെങ്കിൽ വേറെ ആർക്കും വേറൊരു പ്രശ്നം ആരും ഹേർട്ട് ചെയ്യാണ്ടൊന്നും അല്ല. എല്ലാവരും നമ്മളെ സെൻസിൽ എടുക്കും എന്നുള്ളൊരു ഫീൽ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയ്ക്കും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോവാ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രേയേഴ്സിൽ ഞങ്ങൾ ഓർക്കണം. അപ്പോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നാൽ ഞങ്ങൾ നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങള് പിന്നെന്താ നമ്മുടെ ആസ് യൂഷ്വൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.